ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ആലപ്പുഴ കലവൂരിലെ സുഭദ്ര കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്ക്. മാത്യൂസിന്റെ സുഹൃത്തും ബന്ധുവായ റെയിൽനോൾഡിനും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. സുഭദ്രയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു മാത്യൂസിന്റെയും ശർമ്മയുടെയും ലക്ഷ്യം. എന്നാൽ സുഭദ്രയുടെ ആഭരണങ്ങളിൽ പകുതിയിലധികവും മുക്കുവണ്ടങ്ങളായിരുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയും ചെയ്തു. മനീഷ്, വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ്. ഇരുവർക്കും ദമ്പതികൾക്ക് മാത്രമാണ് പങ്കെന്ന് നമ്മൾ ഉറപ്പിച്ച ഘട്ടമാണ്. അതാ ഒരാൾക്ക് കൂടി പങ്കെന്ന് വരുന്നു. എന്താണ് ഈ ബന്ധുവിന്റെ പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട പങ്ക്? കൊലപാതകത്തിലടക്കം നേരിട്ട് പങ്കുണ്ടോ? വിവരങ്ങൾ. സുഹേൽ, ഇയാളുടെ കസ്റ്റഡിയെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ രാവിലെ മുതൽ തന്നെ കൊടുത്തിരുന്നു. ഇയാളെ ആദ്യം നേരത്തെ ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയിലാണ് പോലീസ് വീണ്ടും ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. റെയ്നോൾഡ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ കാട്ടൂർ സ്വദേശിയാണ്. പ്രതി മാത്യൂസിന്റെ സുഹൃത്തും അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ കൂടിയാണ് ഈ റെയ്നോൾഡിന് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കില്ല. പക്ഷേ കൊലപാതകത്തിന് മുമ്പ് ഇവർ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തണമെന്ന പദ്ധതി ഇട്ടിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു റെയ്നോൾഡ്. ഒപ്പം തന്നെ ഈ സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മയക്കുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് എത്തിച്ചു നൽകിയിരുന്നു. അങ്ങനെ മയക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് റെയ്നോൾഡ് ആണെന്ന് റെയ്നോൾഡിന്റെ മൊഴി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ റെയ്നോൾഡിന് കൂടി കൊലപാതകത്തിൽ പങ്കുണ്ട്. നേരിട്ടല്ലെങ്കിലും പദ്ധതിയുടെ ഭാഗമായി ഇവരെ സഹായിക്കാനും പിന്നീട് കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനും ഇയാൾ സഹായിച്ചിട്ടുണ്ട് എന്ന നിർണായക മൊഴി അല്ലെങ്കിൽ കണ്ടെത്തൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ കൂടി കേസിൽ പ്രതിയാക്കും. നിലവിൽ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ഈ മാത്യു ഒപ്പം തന്നെ ശർമിള, ഇവരെ രണ്ടുപേരെയും അല്പസമയത്തിനകം റെയ്നോൾഡിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അയാൾക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട്. അതായത് കൊല്ലാൻ അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കൊലപാതകത്തിന് വേണ്ടി മയക്കാൻ മരുന്ന് എത്തിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് തല്ലിക്കൂട്ടി കൊന്ന് കുഴിച്ചുമൂടിയതടക്കം ഇയാൾക്ക് പങ്കുണ്ടോ? അതിനോടൊപ്പം ഈ സ്വർണം കവർന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള പങ്ക് അയാൾ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സുഹേൽ, ഈ കൊലപാതകം നടത്തണമെന്ന് പ്രതികൾ 3 പേരും കൂടി ആസൂത്രണം ചെയ്തിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഇവരെ കടവന്ത്രയിലെ വീട്ടിൽ നിന്നും ശർമിള വിളിച്ചുകൊണ്ടുവരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി കഴിഞ്ഞ ദിവസം ഒരു അയൽവാസി കുട്ടച്ഛൻ നൽകിയിരുന്നു. അതായത് അന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്യൂസിനും ഒപ്പം തന്നെ ശർമിളയ്ക്കും ഒപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ ആൾ റെയ്നോൾഡ് തന്നെയാണെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഇവരുടെ ലക്ഷ്യം സ്വർണം കവരുക എന്നതായിരുന്നു. ഈ സുഭദ്രയുടെ ശരീരത്താകെ സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നൊരു രീതി ഉണ്ടായിരുന്നു. സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലായിരുന്നു സുഭദ്ര ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ കവരുക ഇവരുടെ ലക്ഷ്യമായിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിൽ കൃത്യത്തിൽ നേരിട്ട് റെയ്നോൾഡിന് പങ്കില്ല എന്നാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ. കൊലപാതകത്തിന് മുൻപും അതിനുശേഷവും ഇയാൾക്ക് പങ്കുണ്ട്. കൊലപാതകത്തിന് മുൻപ് ഇത്തരത്തിൽ ഒരു മയക്കുന്നതിന് വേണ്ടി മരുന്ന് എത്തിച്ചു നൽകി. കൊലപാതകത്തിന് ശേഷം കുഴിച്ചിടാനടക്കം ഇയാൾ സഹായിച്ചു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഈ പ്രതികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് പ്രധാനമായും സുഭദ്രയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു വലിയ മാലയുണ്ട്. CCTV ദൃശ്യങ്ങളിൽ സുഭദ്ര നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ മാല കാണാൻ സാധിക്കും. ആ മാല ഉദ്ദേശിച്ചാണ് പ്രധാനമായി പ്രതികൾ കൊലപാതകം നടത്താൻ തന്നെ തീരുമാനിച്ചത്. പക്ഷേ ആ മാല പിന്നീട് ഉടുപ്പിയിൽ പണയം വെക്കാൻ ചെല്ലുമ്പോഴാണ് അത് മുക്കുമണ്ഡമാണെന്ന് പ്രതികൾക്ക് ബോധ്യപ്പെടുന്നത്. നിലവിൽ മാല ഒഴിച്ചുള്ള കമ്മലും വളയുമാണ് ആലപ്പുഴയിലും ഉടുപ്പിയിലും പ്രതികൾ വിറ്റത്. പക്ഷേ ഈ കൊലപാതകത്തിൽ പ്രധാനമായും ഈ രീതിയിൽ ഈ സ്വർണം കവരുക എന്നതിനപ്പുറം പ്രതികൾക്ക് ഇവർ പണം തിരികെ നൽകാനുണ്ട്. അതായത് സുഭദ്രയിൽ നിന്നും പലിശയ്ക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പണം തിരികെ നൽകാതിരിക്കാൻ കൂടിയായിരുന്നു ഈ കൊലപാതകം നടത്തിയെന്നാണ് പ്രതികൾ നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത്. ഇനി പോലീസിന്റെ നടപടിയാണ്. പോലീസ് ഇനി മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പ്രതികളെ മാത്യുവിനെയും ശർമിളയെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പിന് സാവധാനം മതി. അത് 2 ദിവസങ്ങൾക്ക് ശേഷം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്ത ശേഷം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഇവരെ തെളിവെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്ന് വൈകുന്നേരം 6:30യോടുകൂടി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഇന്ന് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കും. സുഹൈൽ, ശരി, സാമ്പത്തിക നേട്ടത്തിനായി അതീവമായ ആസൂത്രിതമായ ഒരു കൊലപാതകം. ശർമിളി എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിക്കുന്നു. ദമ്പതികൾ കൊലപ്പെടുത്തുന്നു. ഇവരെ സഹായിക്കാൻ ബന്ധു കൂടി ഉണ്ടാകുന്നു. അങ്ങനെ കേസിലാകെ 3 പേർക്ക് പങ്കെന്ന ഏറ്റവും പുതിയ വിവരമാണ് സുഭദ്ര കൊലക്കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവർക്ക് സുഭദ്രയുടെ സ്വർണം കവരുക എന്ന ലക്ഷ്യമുണ്ട്. അതിനോടൊപ്പം സുഭദ്രയിൽ നിന്ന് ഇവർ വായ്പ വാങ്ങിയിരുന്നു, കടം വാങ്ങിയിരുന്നു. തിരിച്ചു കൊടുക്കാതിരിക്കാൻ കൂടിയായിരുന്നു ഈ കൊലപാതകം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റു വാർത്തയിലേക്ക് കാണാം.